ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖിയാമത്ത് നാളിൽ ഒരാളങ്ങനെ കൊണ്ടുവരപ്പെടും. മഹ്ശറിൽ ഒരാളങ്ങനെ കൊണ്ടുവരപ്പെടും. അയാള് മൂമിനാണ്, നല്ലോണം നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ അമലുകൾ തൂക്കും. അപ്പൊ അമലുകൾ അതിന്റെ തൂക്കം എഴുതപ്പെടും. ഇത്ര അമലുണ്ട്. ഇടക്കിടക്ക് ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു മൂമിനായ മനുഷ്യൻ തന്നെയാ. അയാളുടെ തെറ്റുകൾ തൂക്കും. അപ്പൊ ഒരു പൊടിക്ക് തെറ്റാണ് കൂടുതൽ. അവന്റെ തെറ്റുകളുടെ തൂക്കമുള്ള തുലാസാണ് താഴേക്ക് താന്നിരിക്കുന്നത്. നന്മയുടെ തുലാസ് ഒരൽപ്പം മുകളിലാണ്. അപ്പോഴുണ്ട് അള്ളാഹുവിനൊരു അലിവുണ്ടല്ലോ. അവൻ പറയും ഒരൽപ്പം നന്മയും കൂടി ഉണ്ടെങ്കിൽ. മലക്കുകളുടെ നാവിലൂടെയാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹ് പറയുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകൾ മുഖേന പറയും. ഒരു പൊടിക്ക് നന്മ ഉണ്ടെങ്കിൽ ദേ രക്ഷപ്പെട്ടു. ഒരു പൊടിക്ക് നന്മ ഇടയിലുണ്ടോ? പരിധി നോക്കും. അപ്പൊ അവൻ തീരുമാനിക്കും, എന്റെ ഉമ്മ ഇവിടെ ഉണ്ടല്ലോ, ആരും എനിക്ക് തന്നില്ലേ, ആര് തരും? എന്റെ ഉമ്മ തരും എന്ന് വിചാരിച്ചവൻ ഉമ്മാനെ തേടൽ തുടങ്ങും. മഹ്ശറില് യാ റബ്ബി അംഹിൽനി സഅ, പടച്ചോനെ കുറച്ച് നേരം എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണേ തമ്പുരാനെ, ഞാൻ ഇത്ര അമലൊക്കെ ചെയ്തതല്ലേ അല്ലാ, എനിക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കണേ അല്ലാ. അസ്തൗഹിബു മിൻ ഉമ്മി, എന്റെ ഉമ്മ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ ഉമ്മാനോടൊന്ന് ചോദിക്കട്ടെ. ഉമ്മ നല്ല നിസ്കാരവും നോമ്പൊക്കെ ഉള്ള നല്ല സ്വാലിഹത്തായ ഉമ്മയായിരുന്നു. എന്റെ ഉമ്മാനോട് ഞാൻ ചോദിക്കട്ടെ, ഹസന എന്തെങ്കിലും നന്മ എനിക്കോ, എന്റെ ഉമ്മ ഒരു നന്മ തന്ന ഞാൻ രക്ഷപ്പെട്ടു. ഉമ്മാനെ തേടിപ്പോവും. മഹ്ശറില് നമ്മളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ. അങ്ങനെ ഉമ്മാനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. മഹ്ശറിലാണ്. കല്യാണ പന്തലിൽ തന്നെ ഒരാളെ കാണാണ്ടായി കഴിഞ്ഞാൽ കിട്ടാൻ വലിയ പാടാ. മഹ്ശറിൽ അന്വേഷിച്ച് ഉമ്മാനെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ ഉമ്മാനോട് ചോദിക്കും, ഫയഅതി ഇലൈഹ ഫയഖൂൽ യാ ഉമ്മാ ബില്ലദീ റബ്ബൈതിനി ഫിദ്ദുനിയ വബല്ലഗ്തിനി ഇലാ കുല്ലി ഇഹ്സാൻ. ഉമ്മാ, നിങ്ങളാണ് എന്നെ വളർത്തിയത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി. എന്നെ വലുതാക്കാനും മഹ്ശറയിൽ വന്ന് നന്മകൾ തൂക്കി കൊടുത്ത് സന്തോഷകരമായ ഒരു തൂക്കം എന്റെ നന്മയിൽ കാണാനും അവിടെ വരെ അമൽ ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത്, എന്നെ നിസ്കാരം പഠിപ്പിച്ചത്, എന്നെ സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിച്ചത്, എന്നെ ദിക്റ് ചൊല്ലാൻ പഠിപ്പിച്ചത്, എന്നെ മുണ്ടെടുക്കേണ്ടത് എങ്ങോട്ട് എന്ന് പഠിപ്പിച്ചത്. ഞാൻ എടുത്തു പറഞ്ഞ എന്റെ ഉമ്മയാണ് എന്നെ മുണ്ടെടുക്കാൻ പഠിപ്പിച്ചത്. എങ്ങോട്ടാ? ഇടത്തേക്ക് മുണ്ട് അവസാനിക്കണമെന്ന് പഠിപ്പിച്ചത് എന്റെ ഉമ്മയാണ്. ഉമ്മ മുണ്ടെടുത്തിട്ടല്ല കേട്ടോ, ഇടത്തോട്ട് ഞാൻ നോക്കണില്ല, പല മുണ്ടും വലത്തോട്ടാ. ഇടത്തേക്ക് മുണ്ട് അവസാനിക്കുന്നുണ്ട് ഇടത്തേക്കാ. എന്തുകൊണ്ട്? തുടങ്ങിയത് വലത്തേക്ക് തുടങ്ങിയാലാണ് ഇടത്തേക്ക് അവസാനിക്കൂ. അത് മയ്യത്തിന്റെ കഫൻ പുടവ പൊതിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസലയാണ് അതിലുള്ള അടിസ്ഥാനം. തൊഫലുണ്ട്. അപ്പോ മുണ്ടെടുക്കാൻ പഠിപ്പിച്ചത് പോലും ഉമ്മയാണ്. നമ്മളിങ്ങനെ പറയുമ്പോ നമ്മുടെ ഉമ്മാനെ ആയിരിക്കും മനസ്സിൽ കരുതാം. അപ്പോ എന്റെ ഉമ്മയാണല്ലോ ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത്. വലത്തേ കൈക്ക് ചോറ് തിന്നാൻ പഠിപ്പിച്ചു. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ, മോനെ നീ ചെരുപ്പ് ആ നടയുടെ താഴെ മുറ്റത്തെ ഊരി വെക്കാവോ, അങ്ങനെ പറഞ്ഞത്. നടയെ കയറ്റി വെക്കരുത്, കാരണം ആ വീട്ടിലെ നട തുടച്ച ഇട്ടിരിക്കുന്നത്. ഒരു പെണ്ണും വീടിന്റെ സിറ്റ് ഔട്ട് തുടയ്ക്കുമ്പോൾ നട തുടയ്ക്കാതിരിക്കില്ല, തുടച്ച് വൃത്തിയാക്കിയിട്ടിടാം. അവരാ തുടയ്ക്കുന്നതിന് ഒരു വില കൽപ്പിക്കണം. ചെരുപ്പ് എവിടെ ഊരിയിടണം? താഴെ മുറ്റത്ത് ഊരിയിടണം. ഇത് ഉമ്മ പഠിപ്പിച്ചു കൊടുത്താ മക്കളെ. അങ്ങനെ താഴെ ഊരിയിട. അങ്ങനെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്ത കുറെ കാര്യങ്ങൾ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉമ്മാന്റെ മുന്നിൽ പറയും. ഉമ്മാക്ക് എന്തൊരു സന്തോഷാന്നറിയോ? എന്റെ മോൻ അതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. പടച്ചോന്റെ കോടതിയിൽ വന്നപ്പോഴും എന്റെ മോൻ ഇതാണല്ലോ പറയുന്നത്, ഇവിടെ വന്നിട്ട് എന്റെ മോൻ അത് മറന്നില്ലല്ലോ. ഉമ്മാക്ക് സന്തോഷമായി. എല്ലാം കേട്ടിട്ടിരിക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലോ, ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഉമ്മാനോട് ചോദിക്കും, ഉമ്മാ ഹബീലി ഹസനതൻ മിൻ ഹസനാതികി കൈ അൻസുവ മിനന്നാർ. ഉമ്മാന്റെ ഒരു നന്മ, ഉമ്മ ചൊല്ലിയ ഒരു സുബ്ഹാനല്ലാഹ് എനിക്ക് തന്ന ഞാൻ രക്ഷപ്പെട്ടു. ഉമ്മ ഇപ്പൊ കിട്ടൂന്ന് ഓർത്ത് അങ്ങോട്ട് ചെന്നത്. അപ്പൊ ഉമ്മ പറയും, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനി യുഗ്നീ. മഹ്ശറ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഉമ്മ ഉപേക്ഷിക്കുന്ന മഹ്ശറ, വാപ്പ ഉപേക്ഷിക്കുന്ന മഹ്ശറ, കൂട്ടുകാരൻ ഉപേക്ഷിക്കുന്ന മഹ്ശറ, ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന മഹ്ശറ, ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്ന മഹ്ശറ, പൊന്നാര മക്കളെ ഉപ്പാനെ തള്ളിപ്പറയുന്ന മഹ്ശറ എന്ന് പരിശുദ്ധ ഖുർആൻ. ലികുല്ലി ഇംറിഇൻ മിൻഹും
യൗമഇദിൻ ശഅനി യുഗ്നി. ഓരോരുത്തർക്കും സ്വന്തം കാര്യം അന്നത്തെ ദിവസം അതിൽ അവര് വ്യാപൃതരാണെന്ന് ഖുർആൻ. അതേ ഇവിടെ ഉള്ളൂ. ഉമ്മാന്റെ അടുത്ത് വന്ന് പ്രതീക്ഷിച്ചു നന്മ കിട്ടുന്നു. ഉമ്മ പറഞ്ഞു, മോനെ പറ്റൂല. ഫതഖൂലു യാ ബുനയ്യ, ഉമ്മാന്റെ ചക്കര മോനെ, ഇന്നി ആജിസ ഫി ശഅനി, എന്റെ കാര്യത്തിൽ തന്നെ ഞാൻ വല്ലാതെ കുഴങ്ങിയിരിക്കാം മോനെ. മുതഹയ്യിറത്തുൻ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മോനെ. ഫി അംരി, ഉമ്മാന്റെ സ്വന്തം കാര്യത്തിൽ ചൊല്ലിക്കൂട്ടിയ സുബ്ഹാനല്ലാഹ് അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോന്ന് അറിയില്ല മോനെ. ഉമ്മാടെ കണക്കെടുക്കാൻ പോണുള്ളൂ. അതുകൊണ്ട് മോൻ്റെത് കഴിഞ്ഞു, മോൻ തൽക്കാലം ഉമ്മാൻ അടങ്ങേറാക്കാതെ ഒന്ന് പോയേ എന്ന് പറയും ഉമ്മ. അപ്പൊ ഇവൻ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോ എങ്ങനെ രക്ഷപ്പെടുമെന്നറിയില്ല. ആ സമയം അവൻ നിരാശയാവാം. അവന്റെ എല്ലാ ബന്ധുക്കളുടെ അടുക്കലും അവൻ ചെല്ലും. അവരൊക്കെ ഇതിലപ്പുറം പറയും. അങ്ങനെയിരിക്കെ അവന്റെ കൂടെ കൂടിയ കൂട്ടുകാരനെ മഹ്ശറേ കാണും. ഇവനെ പോലെ അതേ റേഞ്ചിലുണ്ടായ ഒരു കൂട്ടുകാരൻ ഇവനുണ്ടായിരുന്നു. ഇവൻ പള്ളിയിലേക്ക് പോകുമ്പോ ഒപ്പം പള്ളിയിലേക്ക് വരാം. ഇവൻ പള്ളിയിൽ നിന്ന് പോരുമ്പോ ഏതാണ്ട് രണ്ടാളും ഒരുപോലെയാണ്. തെറ്റ് ചെയ്തതും നന്മ ചെയ്തതും. അവനും ഇതുപോലെ തന്നെ നന്മയും തിന്മയും തൂക്കി ഒരു പൊടിക്ക് നന്മ കിട്ടിയാൽ രക്ഷപ്പെടുന്നോർത്ത് അവനും അവന്റെ ഉമ്മാനെ തേടി പോയേക്കായിരുന്നു മഹ്ശറയില്. അവനും വന്നു ഇവനും വന്നു. ഇപ്പൊ രണ്ടാളും എവിടെ എത്തി? എന്തായാലും നീ എവിടെ പോയേക്കായിരുന്നു? ഞാൻ എന്റെ ഉമ്മാനെ തേടി പോയതാ. ഒരു ഇത്തിരി നന്മ കിട്ടിക്കഴിഞ്ഞാൽ ഞാനും രക്ഷപ്പെട്ടു. എടാ എനിക്കും അങ്ങനെ തന്നെയാ. അതല്ലേ നമ്മൾ ഒരുമിച്ചല്ലേ തറാവി നിസ്കരിക്കാൻ പോയത്? അതെ. അപ്പൊ ആ 100 സ്വലാത്തൊക്കെ ചെല്ലുമ്പോൾ അടുത്തടുത്തിരുന്നു. അതേന്നെ. അപ്പൊ രണ്ടാളുടെ നന്മ ഒരുപോലെയാ, തിന്മ ഒരുപോലെയാ. ഈ രണ്ട് കൂട്ടുകാരാ, രണ്ടാളും സ്വർഗത്തിൽ പോകാനുള്ളതില്ല. ഒരല്പം കിട്ടിയാൽ മതി. ഉമ്മ കൊടുക്കാത്തോടത്ത്, വാപ്പ കൊടുക്കാത്തോടത്ത്, ആരും കൊടുക്കാത്തോടത്ത് നിരാശപ്പെട്ടിരിക്കുമ്പോ ഇതിൽ ഒരു കൂട്ടുകാരൻ അള്ളാഹിനോട് പറയും, പഠിച്ചോനെ ഏതായാലും ഞാൻ നരകത്തിലേക്കുള്ളതാ. അപ്പൊ എന്റെ ഈ നന്മ കൊണ്ട് നേട്ടമല്ല, എന്റെ നന്മ മുഴുവനും നീ അവനങ്ങ് കൊടുത്തത്. അപ്പൊ അവന് സ്വർഗത്തിൽ വലിയ പദവി കിട്ടണം. അങ്ങനെ കൂട്ടുകാരനെ പറയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് പറയും. കിലാനാ ഫിന്നാർ, എന്തായാലും നമ്മൾ രണ്ടാളും നരകത്തിൽ, ഞാൻ പോയാലും കുഴപ്പമില്ല, നീ പോണ്ട. എന്റെ നന്മ പഠിച്ചവൻ അവൻ രക്ഷപ്പെടാനേ അങ്ങ് കൊടുത്തേക്ക്. ഫയുസ്റഉ ഇലൈഹാ, ഇത് കേൾക്കേണ്ട താമസം അവന്റെ നന്മ ഇപ്പുറത്തേക്ക് വെക്കും. സ്വർഗത്തിലെ മഹോന്നതമായ പദവി കിട്ടുന്ന മറ്റേ കൂട്ടുകാരൻ അവിടെ ചെല്ലുമ്പോ മനസ്സിലാക്കും സ്വർഗത്തിൽ ആഗ്രഹിച്ചതൊക്കെ കിട്ടുന്ന. അവിടെ ചെല്ലുമ്പോ അവന് ഓർമ്മ വരും, അവൻ ആഗ്രഹിക്കുന്നു ആരെ? അവന് വേണ്ടി സ്വർഗത്തില് പോവാനുള്ള എല്ലാ സജ്ജീകരണവും മഹ്ശറയിൽ വെച്ച് ആഗ്രഹിച്ച ആ കൂട്ടുകാരനെ ഇവിടെ കിട്ടാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും അവനെ അല്ലാഹു സ്വർഗത്തിലേക്ക് വിടുന്നു. അല്ലാഹു സ്വർഗത്തിലേക്ക് വിടുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, അൽഅഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദൂ ഇല്ലൽ മുത്തഖീൻ. കൂട്ടുകാരന് ശത്രുവാണ് മഹ്ശറയിൽ മുത്തഖീങ്ങൾ ഒഴിച്ച്. നമ്മൾ തുടങ്ങിയ പോയ ആയത്ത് ഇതായിരുന്നു അല്ലേ? ഈ കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരന് മിത്രമായി, സഹായമായി സ്വർഗത്തിലേക്ക് വിട്ടു. സ്വർഗത്തിലെത്തിയോടത്ത് അവന് സ്വർഗമാവണമെങ്കിൽ ഇവനും വരണം. അവിടെ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ചോദിച്ചാൽ അള്ളാഹു കൊടുക്കുന്ന സ്വർഗമാണെന്ന് മനസ്സിലാക്കിയാൽ ഇവന്റെ ആഗ്രഹം ഇനി എന്റെ കൂട്ടുകാരനാ, തന്നേ പറ്റൂ അല്ലാ. അവൻ സ്വർഗത്തിലേക്ക് കടന്നു കഴിയുമ്പോ സ്വർഗത്തിന്റെ അകത്ത് അവൻ സുജൂദിൽ വീഴും. തന്നെ ഇങ്ങോട്ട് കൊടുത്തയക്കാൻ, പറഞ്ഞയക്കാൻ അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് മഹ്ശറയിൽ പറഞ്ഞ ആ കൂട്ടുകാരൻ എവിടെ വേണമെന്ന് ആഗ്രഹിക്കും. അള്ളാഹു കൽപ്പിക്കും, ബിഹിമാ ഇലൽ ജന്ന, അവനെ വിട്ടേക്ക് സ്വർഗത്തിലേക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ മറ്റൊരു ഹദീസ്, വമൻ സാര അഖാഹുൽ മുസ്ലിമാ ഫലഹു ബികുല്ലി ഖത്വത്തിൻ ഹത്താ യർജിഅ ഇത്ഖ മിഅതി അൽഫി റഖബാ. നമ്മളുടെ ഒരു സ്നേഹബന്ധത്തിലുള്ള, അള്ളാന്റെ പൊരുത്തത്തിലുള്ള, സൗഹൃദത്തിലുള്ള ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി, ഉസ്താദേ അങ്ങനെ ഒരാൾ എനിക്കില്ല, അന്ന് പോലെ ഉണ്ടാവട്ടെ, അങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് അവനൊന്ന് കാണാൻ വേണ്ടി നടന്നു പോകുമ്പോ ആ നടന്നു പോകുന്നതിന് അള്ളാഹു തരുന്ന കൂലി മടങ്ങി വരുന്നവരെ നടന്നു പോയ ഓരോ ചവിട്ടടിക്കും 1,00,000 അടിമകളെ
അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച കൂലി. സയ്യിദുനാ റസൂലുള്ളാഹി ബിഗയത്തുൽ ബാഹിസ് അൻ സവാഇദ് മുസ്നദിൽ ഹാരിസ് എന്ന കിതാബ് ഹിജ്റയുടെ 282ാമത്തെ വർഷം വഫാത്തായ മഹാനായ ശൈഖ് അബൂ മുഹമ്മദിൽ ഹാരിസ് ഇബ്നു മുഹമ്മദ് തങ്ങളുടെ കിതാബ്, ആ ഹദീസ് കിതാബിൽ കാണാം ഹബീബ് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം 1,00,000 കൂലി അല്ലെങ്കിൽ 1,00,000 അടിമയെ മോചിപ്പിച്ച കൂലി ഓരോ ചവിട്ടടിക്കും അല്ലാഹു നൽകും. അത് രോഗസന്ദർശനമുള്ളോടത്ത് പോയാലും കിട്ടും, അത് തന്റെ കൂട്ടുകാരനെ കാണാൻ പോകുന്നു, അവൻ രോഗമുള്ളപ്പോ പോയാലും അല്ലാത്തപ്പോ പോയാലും കിട്ടും. ഇനി രോഗമുള്ളപ്പോ കാണാൻ പോലും മാത്രമായിട്ട് കണക്കൂട്ടണ്ട. മാത്രമല്ല പാപങ്ങൾ അല്ലാഹു അതുപോലെ മാച്ചു കളയും. 1,00,000 പാപം അല്ലാഹു മാച്ചു കളയും. 1,00,000 ഇരട്ടി കൂലി കിട്ടുന്നു. 1,00,000 പാപം അല്ലാഹു മാച്ചു കളയുന്നു. ഈ ഒരു അമല് ചെയ്താൽ മതി. ഏത് അമല്? കൂട്ടുകാരനെ കാണാൻ വേണ്ടി. ഏത് കൂട്ടുകാരനാ? കഴിഞ്ഞ ആഴ്ച സിനിമ കാണാൻ പോകുന്ന നേരത്ത് വിളിച്ച കൂട്ടുകാരനല്ല, പള്ളി പോകാൻ നേരത്ത് വിളിച്ച കൂട്ടുകാരൻ. സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ള കൂട്ട് വേണം. അത് ഒരെണ്ണം വേണം, നിർബന്ധ. കാരണം നമ്മുടെ കുറവുണ്ടെങ്കിൽ അവിടെ ചെന്ന് പരിഹരിക്കാൻ ഉമ്മ കൈയൊഴിയിനോടത്ത് വേണ്ടി ഒരു പക്ഷേ ഈ കൂട്ടുകാരൻ എങ്ങനെയാ? ആ കൂട്ട് ഭാര്യ ഭർത്തൃബന്ധം എന്നതിന് പുറത്ത് ഈ ഒരു കൂട്ടും നമുക്ക് സ്ഥാപിക്കാം. വാപ്പ ഉമ്മ എന്ന ബന്ധത്തിന് പുറത്ത് ഈ ഒരു കൂട്ട് നമുക്ക് സ്ഥാപിക്കാം. സാധ്യമെങ്കിൽ അവിടെ സ്ഥാപിക്കാം. എവിടെയും 2 മനുഷ്യർക്കിടയിൽ അത് സ്ഥാപിതമാണ്. ഒരു മൂമിനാവണമെന്ന നിബന്ധനയേ ഉള്ളൂ. ഇനി കേട്ടോളൂ, മഹാനായ സുർബിന് ഹുബൈഷ് തങ്ങൾ പറയാണ്, ഞങ്ങൾ സഫ്വാൻ ഇബ്നു അസ്സാലിനെ കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ വന്നത് എന്നെ കാണാൻ വേണ്ടിയാണോ? അതെ. വെറുതെ കാണാമെന്നാണോ? അതെ. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ ഹബീബായ നബി തങ്ങളുടെ ഒരു ഹദീസ് പറയട്ടെ. മഹാനവറുകൾ സഫ്വാൻ ഇബ്നു അസ്സാൽ തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, മൻ സാറ അഖാഹുൽ മുഅ്മിന ഖാല ഫീ റിയാദിൽ ജന്ന ഹത്താ യർജിഅ. കൂട്ടുകാരനെ കാണാൻ വേണ്ടി കൂട്ടുകാരൻ പോയോടത്ത്, കൂട്ടുകാരിയെ കാണാൻ വേണ്ടി കൂട്ടുകാരി പോയോടത്ത് ആ വീട്ടിലേക്ക് കയറലോടുകൂടെ സ്വർഗത്തിന്റെ തോട്ടത്തിലാ കയറിയത്. അതുപോലത്തെ ഒരു അമലാണതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വമൻ ആദ അഖാ, അത് രോഗസന്ദർശനത്തിനാണെങ്കിൽ പോലും ഇതേ പ്രതിഫലമുണ്ട്, അല്ലാതെ പോയാലുമുണ്ട്. തൊബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ ഹദീസ് കാണാം. ഞാൻ അവസാനിപ്പിക്കുകയാം. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിലുണ്ട്. അൻ അലി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാറ അഖാഹു ഫില്ലാഹി തബാറക വ തആല ലാ ലിഗൈരി. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രമേ മനസ്സിൽ നെയ്യത്തുള്ളൂ. ആ ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് ഒരാൾ തന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയാൽ, 2 കൊല്ലമായി കണ്ടിട്ട്, അവൻ എവിടെയായിരുന്നു? അവൻ ഗൾഫിലായിരുന്നു. അതുകൊണ്ട് ഗൾഫിൽ നിന്ന് വന്നാ കാണാൻ പോകല് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ആവവും കൂടി വേണം. ഞാൻ ഇതൊന്നും വാങ്ങാൻ വന്നല്ല, ഞാൻ നിന്നെ കാണാൻ വന്ന. അതൊക്കെ നിന്റെ ഇരിക്കണം, എനിക്കൊന്നും വേണ്ട. ഞാൻ അത് വാങ്ങിയാൽ ശരിയാവില്ല, എന്റെ നെയ്യത്ത് ഫസാദാവും. അതുകൊണ്ട് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്ന, ഒന്ന് കെട്ടിപ്പുണരാൻ, നിന്നോടൊന്ന് സലാമാക്കാൻ, നിന്നെ ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ വന്നാടാ. അസ്റസ്കിയാൻ പള്ളിയിലേക്ക് വരില്ല, അത് മതി. എടാ അതേ സ്പ്രേ വേണ്ട, അത് വേണ്ട. ഞാനത് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ വന്ന നെയ്യത്ത് അങ്ങോട്ട് പോവും. അതൊക്കെ നീ ആർക്കെങ്കിലും കൊടുത്തോ, ഈ ചായ ഉണ്ട് ഒരു ഗ്ലാസ് എടുക്കാൻ പറ എന്ന് പറയും. നിനക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്തിനു വേണം? നീ എന്നോട് ചോദിച്ചാൽ എന്തിനു വേണമെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ടെന്ന്. നീ എന്തിനപ്പ അതൊന്നും വേണ്ട, അതൊക്കെ ആർക്ക് വെച്ചാൽ കൊടുത്തു. ഞാൻ അതിന് വന്നതല്ല, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാ ഞാൻ നിന്നെ കാണാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടായി പോയത്. ആ ഉള്ളിൽ അതേ ഉള്ളൂട്ടോ. ചില ആൾക്കാരുണ്ട്, പണ്ടൊരു ചായക്കടക്കാരന്റെ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആവശ്യമുള്ള കഴിച്ച മോനെ പൈസ പിന്നെ തന്നാൽ കൈ ഇങ്ങനെ പുറകേക്കട ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. ഇത്രേ ആവശ്യമുള്ള കഴിച്ച മോനെ പൈസ പിന്നെ തന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് കൈ ഇങ്ങനെ കാണിക്കും. ഒരു വലിയുണ്ട്, അപ്പൊ കൈ ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോ കാശും കൂടെ തന്നേക്കാം. ഈ കൈ ബാക്കിലെ വെക്കാം. അപ്പൊ ആളുകൾ കാണത്തക്ക രീതിയിൽ കൈ വെച്ചിട്ടില്ല, ആളുകൾ കേൾക്കത്തക്ക രീതിയിൽ ആവശ്യമുള്ള കഴിച്ചോ എന്നുള്ള സ്നേഹവും പറയും. പുറകെ കൈ ഇങ്ങനെ അടിച്ച് തോണ്ടുകയും ചെയ്യും. അതല്ല, ഉള്ളിൽ നെയ്യത്ത് അള്ളാന്റെ പൊരുത്ത. അല്ലാതെ അവൻ കൊണ്ടുവന്ന ഗൾഫ് സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ആനുകൂല്യത്തിനൊന്നും അല്ല പോയത്. അവൻ പോയത് അള്ളാന്റെ പൊരുത്തല്ലാതെ മറ്റൊന്നുമല്ല പോയത്. അങ്ങനെ വന്നാൽ ഇവൻ പോയ പോക്കിൽ, ആ വീട്ടിലേക്ക് കൂട്ടുകാരനെ കാണാൻ പോയ പോക്കിൽ
70,000 മലക്ക് അവന്റെ പിന്നാലെ വന്നിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഇത് എന്തൊരു പദവിയത്, എന്തൊരു പദവി! വഹയുമായി ജിബ്രീൽ വരുമ്പോൾ അലൈഹിസ്സലാം ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായി എന്നല്ലാതെ അത് വളരെ അപൂർവമായി. 70,000 മലക്ക് അവന്റെ പിന്നാലെ പോയത്. ഇവൻ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പോയെങ്കിൽ ഇവൻ ഒറ്റക്കല്ല, ഇവന് വേണ്ടി 70,000 മലക്കുകൾ യുനാദൂനഹു മിൻ ഖൽഫിഹി ഹത്താ യർജിഅ ഇലാ ബൈതിഹി. അവന്റെ പിന്നാലെ കൂടും, വിളിച്ചു പറയും മലക്കുകൾ, അലാ തിബ്ത, നല്ല മനസ്സോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ ആണോടാ നീ പോയത്? എന്നാൽ വത്വാബത ലക്കൽ ജന്ന, നിനക്ക് സ്വർഗ്ഗം ഒരുങ്ങി, നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഒരുങ്ങി, നീ നല്ല നെയ്യത്തിലാണോ പോയത്? എവിടെട്ട് സാധിക്കുന്നു? ഇതൊരു അമലാണ് സഹോദര, നമുക്കിത് വേണ്ടേ? ഇതൊരു അമല, നമ്മൾക്ക് ഒരു മുടക്കമില്ലാതെ സമ്പാദിക്കാൻ പറ്റിയ വലിയൊരു അമലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോ, ഒരു ഹദീസ് കൂടി പറയാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, തബറാനിയുടെ മുഅ്ജമിലുണ്ട് ഹദീസ്, മുഅ്ജമുൽ കബീറിലുണ്ട് ഹദീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال ألا أنبئكم برجالكم من أهل الدنيا في الجنة. ദുനിയാവിലെ കുറെ ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നാളെ മഹ്ശറയിൽ അവർ നേരെ സ്വർഗത്തിലേക്ക് പറക്കുന്നവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അതിൽ പെടുത്തട്ടെ. ദുനിയാവിലെ കുറെ ആളുകളെ ഞാൻ കാണിച്ചു തരാം, അവർ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. സ്വഹാബികൾ ഒന്നടങ്കം ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബേ, ബലാ യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു തന്നാലും, ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തരുന്ന ഭൂമിയിലെ കുറെ ആളുകൾ അവർ സ്വർഗത്തിലേക്കുള്ളവരാണെന്ന് പറഞ്ഞ അവരെ കുറിച്ച് പറഞ്ഞു തന്നാലും. അവിടുന്ന് പറഞ്ഞു, അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ജന്ന, നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന അല്ലാഹുവിന്റെ നബി ഞാൻ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലേക്കുള്ളതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വസ്സുദ്ദീഖു ഫിൽ ജന്ന, സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അതുപോലെ ജീവിച്ച മഹാന്മാരും, സിദ്ദീഖ് എന്ന പദവി കിട്ടിയ മഹാന്മാർ, തെറ്റ് ചെയ്യാത്തവർ, അവർ സ്വർഗത്തിലേക്കുള്ളവരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വസ്സഹീദു ഫിൽ ജന്ന, മഹാന്മാരായ സുഹദാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നവരാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മൗലൂദു മൗലൂദുൽ ഇസ്ലാമി ഫിൽ ജന്ന, മുസ്ലിമായ വാപ്പയുടെയും ഉമ്മയുടെയും ജന്മനാലോ അല്ലെങ്കിൽ പ്രായപൂർത്തിക്ക് മുമ്പോ മരിച്ചു പോകുന്ന ആ കൊച്ചുമക്കളും സ്വർഗത്തിലേക്കുള്ളതാ. അങ്ങനെ ഏതെങ്കിലും മക്കളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ മക്കളോടൊപ്പം സ്വർഗം മാതാപിതാക്കൾക്കും അല്ലാഹു കൊടുക്കട്ടെ. ആ മക്കള് സ്വർഗത്തിലേക്കാണ്. പിന്നെ പറഞ്ഞു, വറജുലു യകൂനു ഫീ ജാനിബിൽ മിസ്ർ, നാടിന്റെ അങ്ങേ അറ്റത്ത് താമസിക്കുന്ന ഒരു കൂട്ടുകാരൻ, നാടിന്റെ അങ്ങേയറ്റം അവിടെ താമസിക്കുന്ന കൂട്ടുകാരൻ അവന്റെ മറ്റേ കൂട്ടുകാരനെ കാണാൻ വേണ്ടി യസൂറു അഖാ, കേരളത്തിന്റെ അങ്ങേ തലക്കുന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തി കൂട്ടുകാരനെ കാണാൻ. സൗഹൃദം അല്ല പൊരുത്തപ്പെട്ട വഴിയിലാണെങ്കിൽ കൂലിയുണ്ട് മൂമിനെ. ആ കൂട്ടുകാരനെ കാണാൻ വേണ്ടി അവിടെ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്തു തുടങ്ങി, അല്ലെങ്കിലോ ബസ്സിന് പോന്നു. ചിലരുണ്ട് കുറെ വർഷം ഗൾഫിൽ നിന്നിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്റെ കഫീലിനെ കാണാൻ വേണ്ടി ഒന്ന് പോവും, അല്ലേ, ഒന്ന് വിസിറ്റ് ചെയ്യും, അയാളെ ഒന്ന് കാണാൻ. എന്തൊരു നല്ല സൗഹൃദം. ചിലരുണ്ട് ചെന്ന അന്ന് മുതൽക്ക് തന്റെ കഫീല് തന്നോടുള്ള ഇഷ്ടം കാണിച്ചതിന്റെ ഓർമ്മയിൽ, സന്തോഷത്തിൽ നാട്ടില് തനിക്ക് ജനിച്ച മകന് കഫീലിന്റെ പേരിട്ടിട്ടുണ്ട്. എത്ര പേരുണ്ട് ഇവിടെ? എത്രയോ ആളുകൾ. നമ്മുടെ സലാംക്ക ആ പേരിട്ടിട്ടുണ്ട് മോന്, അഷ്റഖ് പേരിട്ടിട്ടുണ്ട് മോന്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അറബ് സഹോദരന്റെ പേര് മക്കൾക്ക് ഇട്ടിട്ടുണ്ട്. അവര് പലപ്പോഴും കേരളത്തിൽ വരുമ്പോ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ കേരളത്തിലെ കാഴ്ചകൾ കാണാനൊക്കെ വരുമ്പോ ഇവിടെ വലിയ വിരുന്നൊരുക്ക. എന്തൊരു സൗഹൃദം! അറബികൾ അതിലൊരു സംസ്കാരമുള്ളവരും കൂടിയാണ്.
അങ്ങനെ കാണാൻ വേണ്ടിയുള്ള യാത്ര. ഈ യാത്രകൾ യഥേഷ്ടം നടത്തിക്കഴിഞ്ഞാൽ ആ നടത്തല് ഒരു രാജ്യത്തിന്റെ ഇങ്ങേ അറ്റത്തുനിന്ന് അങ്ങേ അറ്റത്തേക്കുള്ള ഒരു യാത്ര. ലാ യസൂറുഹു ഇല്ലാ ലില്ലാഹ്. യാത്ര ചെയ്തോടുത്ത ഉദ്ദേശം അല്ലാഹുവിന്റെ പൊരുത്തമാണ് എങ്കിൽ ഫിൽ ജന്നാവനും സ്വർഗത്തിലേക്ക് നബി മുഹമ്മദ് മുസ്തഫ. ഇത്രയും പറഞ്ഞിട്ട് നിർത്തിയില്ല. ലാ ഉനബ്ബിയുകും ബിനിസാഇകും മിൻ അഹ്ലിൽ ജന്ന. നിങ്ങളുടെ കൂട്ടത്തിൽ ചില പെണ്ണുങ്ങളും വേഗം സ്വർഗത്തിലേക്ക് പോകുന്നവരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് നബി? ആ സ്ത്രീ, ആ സഹോദരി മഹദികൾ ആരൊക്കെയാണ്? സ്വഹാബികൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൽ വലൂദ്. ഒരുപാട് പ്രസവിച്ച ഉമ്മമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്റെ വല്ലുമ്മ മരിച്ചുപോയി, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. 10-ലധികം പ്രസവിച്ചവരാണ്. അള്ളാഹു നമ്മുടെ ഒരുപാട് പ്രസവിച്ച ഉമ്മമാരുണ്ട്. അവർക്കൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് വേഗം സ്വർഗമെന്നാണ്. ഒരുപാട് പ്രസവിച്ചവർ. ഇനി ഒരുപാട് പ്രസവിക്കാനൊന്നും പറ്റിയില്ല ഉസ്താദെ. അൽ വദൂദ്, ഒരുപാട് ഭർത്താവിനെ സ്നേഹിച്ചവരാണത്. അവസ്ഥ മനസ്സിലാക്കി സ്നേഹിക്കണം. ഭർത്താവിന്റെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കണം. പ്രസവവും സ്നേഹവും സമ്മിശ്രമായിട്ടുള്ള പഴയകാലത്തെ നല്ല നല്ല ഉമ്മമാരെ ഓർത്തു പോകുന്നു. അവര് പോകുന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വേഗത്തിലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഭർത്താവിന് വേണ്ടി അവൾ ത്യാഗം സഹിച്ചു. എത്രത്തോളം കണ്ണിൽ സുറുമയിടുന്നത് പോലും ഭർത്താവിനെ തൃപ്തിപ്പെടുത്തൽ പോലെ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയ, ഒരുപാട് സ്നേഹം ഭർത്താവിന് കൊടുത്ത പെണ്ണാണ് അവൾ. അവൾ വേഗത്തിൽ സ്വർഗത്തിലേക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ ഇമാം ഖൗലാനി, അബു ഇദ്രീസ് ഖൗലാനി റളിയല്ലാഹു അൻഹു ഡമസ്കസിലെ പള്ളിയിൽ ഒരിക്കൽ ചെന്നപ്പോ, മഹാനായ അബു ഇദ്രീസ് ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഡമസ്കസിലെ പള്ളിയിലെത്തി. ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിലെ ഹദീസ്, ധാരാളം ഹദീസ് കിതാബുകളിലും ഇത് നമുക്ക് കാണാൻ കഴിയും. ഇമാം ഖൗലാനി ഡമസ്കസിലെ പള്ളി കയറിയപ്പോ അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ബറാഖുസനായ, പല്ലുകൾക്ക് നല്ല തിളക്കം, പല്ലിന് നല്ല തിളക്കമുള്ള, ചിരിച്ച എന്തു രസ കാണാനാ ചിരി. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ ആ പള്ളിയിലിരിക്കണ കണ്ടു. അപ്പൊ മഹാനവറുകൾ പറയാം, ഞാനിങ്ങനെ നോക്കി, നല്ല രസമുണ്ട് ചിരി കാണാൻ. അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ചുറ്റിലും ചുറ്റിലും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കാൻ നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഡമസ്കസിലെ പള്ളിയിലുണ്ട്. എന്ത് രസം കാണാൻ! നല്ല പക്വത, നല്ല സൗന്ദര്യം, നല്ല വെടുപ്പ്, നല്ല തുടിപ്പ്, എന്തൊരു ചുറുചുറുക്ക്, പല്ലുകൾക്ക് തിളക്കം. ആ ചെറുപ്പക്കാരനെ ഞാൻ ഇങ്ങനെ ഡമസ്കസിലെ പള്ളിയിൽ ചെന്നപ്പോ അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കണ കണ്ടു. ആളുകൾ ഇങ്ങനെ ചുറ്റിലും കൂടിയിട്ടുണ്ട്. ആളുകൾ ചുറ്റിലും കൂടിയിട്ടുണ്ട് എങ്കിൽ പോലും അവിടെ ജനങ്ങൾ കൂടിയിരിക്കുന്നത് സാധാരണക്കാരൊന്നുമല്ല അവിടെ കൂടിയേക്കുന്നത്, പണ്ഡിതന്മാരൊക്കെയാ. ഞാൻ സൂക്ഷിച്ചു നോക്കി, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ വന്നിരിക്കുന്ന പണ്ഡിതന്മാർ പലരും പല നാടുകളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന് വന്നവരാ. അവർ വന്നിരിക്കുന്ന ഓരോ സംഘങ്ങളായിട്ട്. ആ സംഘത്തിലുള്ളവർക്ക് ഇസ്ലാമിക വിഷയത്തിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവർ പരസ്പരം തർക്കിച്ചു വന്നവരാ. ഈ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് അവർ ചെല്ലും. തർക്കത്തിന് ആ ചെറുപ്പക്കാരൻ കൃത്യമായ മറുപടി, ഇസ്ലാമികമായ മത നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മഹാപണ്ഡിതനാണ് ഈ ചെറുപ്പക്കാരൻ. അപ്പൊ പണ്ഡിതന്മാരാകുന്ന ജനങ്ങൾക്ക് സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് ഡമസ്കസിലെ പള്ളിയിൽ ഈ ചെറുപ്പക്കാരൻ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രൂപം നല്ല ഭംഗിയാണ്, നല്ല തിളക്കുള്ള പല്ലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ജനങ്ങളെല്ലാവരും അങ്ങോട്ട് പോകുന്നു. അസ്നദു ഇലൈഹി വസ്സദറു അൻ റഈഹി. ആ ചെറുപ്പക്കാരൻ കൊടുക്കുന്ന അഭിപ്രായം, മറുപടി അത് തന്നെയാണ് അവസാന വാക്കെന്ന് തീരുമാനിച്ച് ജനങ്ങൾ തൃപ്തിയോടുകൂടെ മടങ്ങുന്നു. പിന്നെ ആളുകൾ വരുന്നു, കൂടുന്നു, സംശയം ചോദിക്കുന്നു, മറുപടി കൊടുക്കുന്നു, പോകുന്നു. ഞാൻ ചോദിച്ചു, മഹാനായ അബു ഇദ്രീസ് ഖൗലാനി പറയാണ് റളിയല്ലാഹു അൻഹു, ഞാൻ അവിടെ ഉള്ളവരോട് ചോദിച്ചു, അല്ല, ഞാൻ ആദ്യമായിട്ടാ മൂപ്പരെ കാണുന്നത്, അതാരാ? ആരാണ് മനുഷ്യൻ? ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. ഇങ്ങനെ ജനങ്ങൾ തിരക്ക് വെക്കാൻ പറ്റുന്ന അദ്ദേഹം ആരാ? പറഞ്ഞു, അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബി മഹാനായ മുആദ് ഇബ്നു ജബലാണിത്
ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മുആദിന്റെ കൈ പിടിച്ചിട്ടാ റസൂലുള്ളാഹി പറഞ്ഞത്, എനിക്ക് നിന്നെ ഇഷ്ടമാ മുആദേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ അവിടുത്തെ കൂട്ടുകാരനാണ് മുആദ്. കുഞ്ഞാണ് അന്ന് മുആദ്. ഇപ്പൊ ചെറുപ്പക്കാരനായി ഡമസ്കസിലെ പള്ളിയിലുണ്ട് മുആദ് ഇബ്നു ജബൽ. നല്ല ചിരിയാണ് മുആദിന്റെ ചിരി കാണാൻ നല്ല രസമാണ്. മുആദ് മഹാപണ്ഡിതനാ. മഹാനായ ഖൗലാനി തങ്ങൾ പറയാ, ഈ മുആദിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് കേട്ട മുആദിനെ എനിക്ക് ഇഷ്ടമാ. എന്റെ നബിയുടെ കൂടെ ഉള്ള മുആദല്ലേ എനിക്ക് ഇഷ്ടമാ. നമ്മൾ മുആദിനെ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. നമുക്കും ഇഷ്ടമല്ലേ മുആദിനെ റളിയല്ലാഹു അൻഹു. ഞാൻ തീരുമാനിച്ചു, ഇന്നിപ്പോ അത്രയും ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടല്ലോ, നല്ല തിരക്കാണ്. അതുകൊണ്ട് നാളെ തന്നെ സുബഹിക്ക് പോകാം, തിരക്കില്ലല്ലോ. വളരെ പ്രഭാതത്തിൽ തന്നെ ഫലമ്മാ കാന മിനൽ ഗദി ഹജറതു, ഞാൻ വേഗം പോയി. ഹജറതു എന്ന് പറഞ്ഞാൽ ഹിജറ പോയെന്നാ പറയാ. എന്റെ എല്ലാ തിരക്കും ഒഴിവാക്കി എനിക്ക് പ്രിയപ്പെട്ടതൊക്കെ മാറ്റിവെച്ച് എന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ഈ മുആദിനെ കാണല. ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ കുറെ നാളായിട്ട് മനസ്സിൽ കൊണ്ടെടുക്കുക, ഇതാണ് മുആദിൽ എനിക്ക് വലിയ ഇഷ്ടം. കുറെ നാളെത്തിയിട്ട് ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച മനുഷ്യനല്ലേ. ഞാൻ അങ്ങോട്ട് ചെന്നു. എന്നിട്ടോ ഞാൻ പറഞ്ഞു, മുആദിന്റെ അടുക്കൽ ചെന്നു. ചെന്നപ്പോൾ ഖസ്സബഖനി, എന്നെക്കാളും മുമ്പേ ഡമസ്കസിലെ പള്ളിയിൽ മുആദ് വന്നിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഞാൻ ആദ്യം തന്നെ എത്തും, എന്നിട്ട് മുആദ് വരുമെന്നാ പ്രതീക്ഷിച്ചത്. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് മഹാനായ മുആദ് അവിടെയുണ്ട്. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അവിടെ വന്നിട്ട് മഹാനവറുകൾ നിസ്കരിച്ചു നിസ്കരിച്ചുകൊണ്ടിരിക്കുക പള്ളിയിൽ. എന്നിട്ടോ മഹാനവറുകൾ പറയാണ്, ഖൗലാനി തങ്ങൾ പറയാണ്, ഫന്തളറതുഹു, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഹത്താ ഖളാ സ്വലാത്തഹു, നിസ്കാരം കഴിയണവരെ ഞാൻ കാത്തിരുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ അടുത്തേക്ക് ചെന്നു. സുമ്മ ജിഅ്തുഹു മിൻ ഖിബലി വജ്ഹിഹി, ഞാൻ മുന്നിലൂടെ തന്നെ ചെന്നു. ഫസല്ലംതു അലൈഹി, ഞാൻ ഭവ്യതയോടുകൂടി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് സലാം പറഞ്ഞു. വഖുൽതു, ഞാൻ മഹാനവറുകളോട് പറഞ്ഞു, ഞാൻ കാത്തിരുന്ന് കണ്ടതല്ലേ. ഞാൻ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക ഫില്ലാഹ്, അള്ളാന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി അങ്ങയെപ്പോലത്തെ ഒരു മഹാനായ സ്വഹാബിയെ ഞാൻ ഇഷ്ടം വെക്കുന്നു മുആദേ റളിയല്ലാഹു അൻഹു. അള്ളാന്റെ പൊരുത്തം അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അപ്പൊ മുആദ് നിങ്ങൾ ചോദിച്ചു, അല്ലാഹ് പടച്ചോനെ തന്നെയാണ്, അല്ലാഹ്? ഞാൻ പറഞ്ഞു, അതെ, അല്ലാഹി ഇന്നി ലഉഹിബ്ബുക ഫില്ലാഹ്. പിന്നെ ചോദിച്ചു, അല്ലാഹുവാണ് സത്യം, നിങ്ങൾ എന്നെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സ്നേഹിക്കണോ? അതെ 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 അതെ. എന്റെ കഴുത്തിലൂടെ ഇട്ടിരിക്കുന്ന ആ ഷാളിന്റെ രണ്ട് തെല്ലേൽ കൂടി ഇങ്ങനെ പിടിച്ചെന്നെ വലിച്ചു. എന്നെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചു മുആദ്, എന്നെ ചേർത്ത് പിടിച്ചു മുആദ് തങ്ങള്. എന്നിട്ടോ എന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തോട് ഒട്ടിച്ചു നിർത്തി. വജദ്ദബനി ഇലൈഹി വഖാല, എന്നിട്ട് പറഞ്ഞു, അബ്ശിർ, സന്തോഷിച്ചോ. എന്റെ ചെവിയിൽ പറഞ്ഞു, സന്തോഷിച്ചോ, സന്തോഷിച്ചോ, സന്തോഷിച്ചോ. ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജബത് മഹബ്ബതി صلى الله عليه وسلم يقول قال الله عز وجل وجبت محبتي للمتحبين فيها والمتجالسين فيها والمتبادلين فيها والمتزاورين فيها. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് മുത്തുനബി പറഞ്ഞതായി ഞാൻ ഓർക്കാണ്. എന്റെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചു, എന്റെ തൃപ്തിക്ക് വേണ്ടി അടുത്തടുത്തിരുന്നു, എന്റെ തൃപ്തിക്ക് വേണ്ടി അങ്ങും ഇങ്ങും പരസ്പരം ചെലവ് ചെയ്തു, എന്റെ തൃപ്തിക്ക് വേണ്ടി അങ്ങും ഇങ്ങും കാണലും കൂടലും പിരിയലും ഒക്കെ ഉണ്ടായി. അങ്ങനെയുള്ളവര് നാളെ അള്ളാഹുവിന്റെ പ്രത്യേക സ്നേഹത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്, സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസ് ഞാൻ നബിയിൽ നിന്ന് കേട്ടതാ.
ഇങ്ങനെ പറഞ്ഞു മുആദ് ബിൻ ജബൽ അബൂ ഇദ്രീസ് അൽ ഖൗലാനി തങ്ങളോട് സന്തോഷം പറഞ്ഞു. ഹാക്കിമിന്റെ മുസ്തദ്രക്കിൽ ഈ ഹദീസ് കാണാം. നല്ല സൗഹൃദങ്ങൾ അല്ലാഹു നമുക്ക് തരട്ടെ, നമ്മുടെ കുടുംബത്തിൽ തരട്ടെ, നമ്മുടെ സമൂഹത്തിൽ തരട്ടെ, മഹല്ലിൽ തരട്ടെ, ജീവിതത്തിൽ തരട്ടെ. അല്ലാഹു നിലനിർത്തട്ടെ. അറിവിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അമൽ കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.